ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് പോലും സുന്നത്തായ ഒരു കാര്യമാണ് എന്ന് എത്ര ആളുകൾക്കറിയാം. പുതിയ കാലത്ത് ബന്ധങ്ങളുമായി, കുടുംബത്തിൽ, അയൽവാസികളിൽ, സിബ്ലിങ്സിൽ, സഹോദരങ്ങളിലൊക്കെ കൗൺസിലിങ്ങുമായി ധാരാളം ആളുകൾ വരുന്ന സമയത്ത് പറയുന്ന പരാതികളുടെ ആകത്തുക എനിക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്നതാണ്. ആ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ആ ഒരു വാലിഡേഷൻ കിട്ടാത്തതാണ് പല ബന്ധങ്ങളും അകന്നു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ. അവിടെയാണ് സ്നേഹ റസൂൽ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്നേഹം ഉള്ളിൽ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. നീ മറ്റേ ആളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം തുറന്നു പറയണം. അവിടുത്തെ കൽപ്പന അനുസരിക്കുന്നത് അല്ലെങ്കിൽ അവിടത്തേക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അനുകരിക്കുന്നത് അത് വല്ലാത്ത അവിടുത്തോടുള്ള മഹബത്തിന്റെ ഒരു മേഖലയാണ്. ആ മഹബത്ത് പ്രാക്ടിക്കലൈസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാനും എൻ്റെ ഭാര്യയും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും സഹോദരീ സഹോദരന്മാരും തമ്മിൽ, അയൽവാസികളും സുഹൃത്തുക്കളും തമ്മിൽ വല്ലാത്തൊരു ഇഴയെടുപ്പമുള്ള ഒരു സ്നേഹബന്ധമാണ് രൂപീകരിക്കപ്പെടുന്നത്. പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ധാരാളം സമയമുണ്ടാവുകയും ബന്ധങ്ങൾ ചേർക്കാൻ സമയമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഉള്ളിലുള്ള സ്നേഹം തുറന്നു പറയണമെന്ന റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്ദരമായ വാക്യം ബന്ധങ്ങൾ സുദൃഢമാക്കാൻ നമ്മളെ സഹായിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ ഒരു സ്വഹാബി ഇരിക്കുമ്പോൾ അയാളുടെ സുഹൃത്ത് നടന്നു പോകുന്നത് കണ്ടു. ആ സമയത്ത് ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, പ്രവാചകരെ, ആ വ്യക്തിയെ ഞാൻ അതിയായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ വേഗം പോയി അയാളോട് ആ വർത്തമാനം പറഞ്ഞു. സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലെത്തി വെച്ചാൽ പോരാ, സ്നേഹിക്കുന്ന വ്യക്തിയോട് നിങ്ങൾ സ്നേഹത്തെ കുറിച്ച് പറയണം. അപ്പോൾ അദ്ദേഹം പോയി ആ സുഹൃത്തിനോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മുസൻസലായി വന്ന അൽ മുസൻസലത്തു ബിൽ മഹബ്ബ എന്ന് പറയുന്ന ഹദീസ് തന്നെയുണ്ട്. ഇന്നി ഉഹിബ്ബുക ഫഖുൽ ദുബറ കുല്ലി സ്വല അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് കൈപിടിച്ച് മുസാഫാത്ത് ചെയ്യുന്ന സമയത്ത് ഇന്നി ഉഹിബ്ബുക ഫഖുൽ ദുബറ കുല്ലി സ്വല, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് എല്ലാ നിസ്കാരം കഴിഞ്ഞ് നീ ചൊല്ലിക്കോ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക, അള്ളാഹുവെ അഅന്നി എന്നെ നീ സഹായിക്കണേ, അലാ ദിക്രിക നിന്നെ സ്മരിക്കാൻ വേണ്ടി, വശുക്രിക നിൻ്റെ നിഅമത്തിനെ നന്ദി ചെയ്യാൻ വേണ്ടി, വഹുസ്നി ഇബാദത്തിക നിൻ്റെ ആരാധനയെ മെച്ചപ്പെടുത്താൻ നിൻ്റെ സഹായം ആവശ്യമാണ് റബ്ബേ, നീ എന്നെ സഹായിക്കണേ എന്ന ദിക്ർ എല്ലാ നിസ്കാരം കഴിഞ്ഞ് ചൊല്ലിക്കോ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു. സ്വഹാബത്ത് താബീങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അവിടെ കൈ മുസാഫഹത്ത് ചെയ്തുകൊണ്ട് തന്നെ സ്വഹാബത്ത് അവിടെ ശിഷ്യന്മാർക്കും ഇങ്ങനെ പരമ്പരാഗതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരുടെ വഴിയിലൂടെ വന്നിട്ടുണ്ട്. അത് വലിയൊരു സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ആ ശൃംഖല മുഴുവനും അങ്ങനെ സ്നേഹിക്കണമെന്നാണ് ഇവിടെ മഹസിൻ സാർ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നല്ലാതെ ഇന്ന് യുവതലമുറ ചിന്തിക്കുന്ന ആ സ്നേഹമല്ല. എടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു അന്യ പെണ്ണിനോട് പറയണമെന്നല്ല അതിനർത്ഥം. യഥാർത്ഥത്തിൽ ബാപ്പയെയോ ഉമ്മയെയോ ജ്യേഷ്ഠനെയോ അനുജനെയോ ജ്യേഷ്ഠത്തിയെയോ അനുജത്തിയെയോ കുടുംബത്തിൽ കാണാനും തൊടാനും പറ്റുന്ന, അതല്ലെങ്കിൽ കുടുംബത്തിൽ സ്നേഹിക്കുന്ന എല്ലാ വ്യക്തിയോടും അവരോട് നമ്മൾ പറയുക. ഇനിയിപ്പോൾ മൊത്തത്തിലൊരു സ്നേഹമുണ്ട്. എന്ത്? അള്ളാഹുവിൻ്റെ അടിമകൾ അഥവാ മുഅ്മിനീങ്ങൾ അഥവാ സഹോദരന്മാർ എന്നർത്ഥത്തിലുള്ള സ്നേഹം പ്രകടമാക്കാം. എന്നല്ലാതെ യുവതലമുറകൾ ചിന്തിക്കുന്ന ആ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞതല്ല. അയൽവാസികളോട് സ്നേഹം വേണം, അതവരോട് പറയണം. അതേപോലെ തന്നെ കൂട്ടുകാരോട് സ്നേഹം വേണം, അതവരോട് പറയണം. ഈ സ്നേഹമെല്ലാം ആത്മീയമായ സ്നേഹമായിരിക്കണം, ഉഖ്റവിയായ സ്നേഹമായിരിക്കണം. എന്നല്ലാതെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്നേഹങ്ങളോ സ്നേഹത്തിൻ്റെ പിന്നാലെയുള്ള പ്രവർത്തനങ്ങളോ അതിനൊന്നും പ്രചോദനം അല്ല ഈ മഹസിൻ സാറിൻ്റെ വാക്ക് എന്ന് ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും അറിയാം ഈ കാര്യം. എന്നാലും ചില ആളുകൾ ഇതിനെ മിസ്അണ്ടർസ്റ്റാൻഡായിട്ട് എടുക്കാൻ പോകരുത് എന്നാണ് ഒന്നും കൂടി ഞാൻ പറയുന്നത്. അള്ളാഹു നമ്മളെ ഇഷ്ടജനങ്ങളിൽ പെടുത്തുമാറാവട്ടെ. അവൻ്റെയും അവൻ്റെ ഹബീബിൻ്റെയും ഇഷ്ടജനങ്ങളിൽ പെടുത്തുമാറാവട്ടെ.